അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് 250 ഗ്രാം പനീറാണ്. പനീർ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തേക്കുവാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ചെറിയ സവാള. വലുതാണെങ്കിൽ ഒരു സവാള എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ചെറുതായ കാരണമാണ് 2 എണ്ണം എടുത്തേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്നത് ഒരു 5 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് ഒരു 3 തക്കാളി. തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. പുളിയില്ലാത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് പഴുത്ത തുടുത്ത തക്കാളി. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ പറയാം. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഒത്തിരി നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് വഴറ്റിയെടുത്തിട്ട് അരയ്ക്കാനുള്ളതാണ്. അത് കാരണം റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം എന്താ ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇത് നമുക്ക് വഴച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഇതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യണത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ബട്ടർ മാത്രം ചേർത്താലും മതിയാകും. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിൻ്റെ സ്മെല്ല് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം എന്താ നമ്മുടെ സവാള നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി അത്യാവശ്യം വെന്ത് വരണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്കൊരു 5 കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് നേരം ഇത് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ തക്കാളി അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്നവരെ അടച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം എന്താ നമ്മുടെ തക്കാളി അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇത്തിരി അങ്ങ് മഷി പോലെ ആകേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇത്രയും മതിയാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറണം. ആറിയിട്ട് നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. തരികളൊന്നുമില്ലാതെ നല്ല മഷി പോലെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടാറട്ടെ. ആറണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം എന്താ നമ്മുടെ സവാളയുടെയും തക്കാളിയുടെയും ചൂടാറിയിട്ടുണ്ട്. ഇതിനെ ഒരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കാൻ നോക്കുക. അരയ്ക്കാൻ പ്രയാസമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരയ്ക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഇതായത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ചേർത്തില്ല. വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇടുമ്പോൾ ചെറിയ തീയിൽ വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും നമ്മുടെ ബട്ടർ. അപ്പോൾ അതാ ഇത് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വടനയില ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടണത്. അപ്പം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ മുളക് പൊടി ആയാലും മതി. പക്ഷേ അന്നേരം ഇത്ര ഇടരുത്, എരിവ് കൂടിപ്പോകും. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമുക്കിതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വഴിച്ച് കൊടുക്കാം.
ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക, കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ മുളക് പൊടി നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചില്ലേ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാല നല്ല കളറായിട്ടുണ്ട്. അത് കാശ്മീരി ചില്ലി ചേർക്കണ കാരണമാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സി ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിലിരിക്കുന്ന അരപ്പും കൂടെ നമുക്ക് വേസ്റ്റ് ആകാതെ കിട്ടും. ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കണത്. നമ്മൾ ചേർത്തേക്കണതെല്ലാം നന്നായിട്ട് വെന്തതല്ലേ, അപ്പോൾ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ഒരു പച്ച ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അത് കാരണം ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ചൊന്ന് തിക്കായിട്ട് വരണം. ഇപ്പോൾ അതാ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഗ്രേവിയൊക്കെ കുറച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പനീർ ചേർത്ത് കൊടുക്കാം. പനീരും ചേർത്ത് കൊടുത്തു. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 7 മിനിറ്റോളം വേവിക്കണം. ചെറിയ തീയിലിട്ടാൽ മതി, അല്ലെങ്കിൽ ഗ്രേവി ഒത്തിരി അങ്ങ് തിക്കായി പോകും. അപ്പോൾ ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 10-15 കാഷ്യൂനട്ട് ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് ലാസ്റ്റ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമും യൂസ് ചെയ്യാം. ഒരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ കാഷ്യൂ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊരു മധുരവും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. അവസാനമായിട്ട് നമ്മുടെ കാഷ്യൂ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട കാര്യമില്ല. ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേവി നല്ല റിച്ചായിട്ട് വരണത്. ഇപ്പം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്, മതിയാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.